ഓപ്പൺ വിൻഡോയുടെ പുതിയൊരു PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ടിപ്പിലേക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു സിലബസ് കംപ്ലീറ്റ് ആക്കണം, അതേപോലെ പ്രീവിയസ് കഴിയുന്ന എല്ലാ പ്രീവിയസും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ പോയിട്ട് എഴുതണം. ആ ചെയ്ത എക്സാം പേപ്പർ തെറ്റിയ കാര്യങ്ങളും നെഗറ്റീവ് വന്നതും അറിയാത്തതുമായത് എല്ലാം സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് മാറ്റി മാറ്റി എഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, അങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ മാറ്റി എഴുതി ഓരോ ചോദ്യങ്ങളിലും അറിയാത്തതും നെഗറ്റീവ് വന്നതുമായ കാര്യങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എഴുതിയാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മൾ വീക്കായ സബ്ജക്റ്റ് എന്ന്, ഏതിലാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് ഒന്നും കൂടി പഠിക്കേണ്ട വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാവും. ആ വിഷയത്തിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി സമയം കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ഓരോരുത്തർക്കും ഓരോ ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കുമല്ലോ. എന്തായാലും PSC പഠിക്കുന്നവർ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ ആ ടൈം ടേബിൾ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം നമുക്ക് വീക്കായ സബ്ജക്റ്റിന് കൊടുക്കുക. പ്രത്യേകിച്ചും പറയാനുള്ളത്, നമ്മൾ എല്ലാ സബ്ജക്റ്റിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണം. പക്ഷേ ഓരോരുത്തരും പഠനത്തിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഷയങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വീക്കായതുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട വിഷയങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പെട്ടെന്ന് മാർക്ക് വാങ്ങാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീക്ക് എവിടെയാണ്, നമുക്ക് എളുപ്പമുള്ള വിഷയം ഏതാണ്, അത് നമ്മൾ സ്വയം വിലയിരുത്തണം. ആ ഒരു സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ നമുക്കറിയാത്തതും നെഗറ്റീവ് വന്നതും മാറ്റി എഴുതണം എന്ന് പറയുന്നത്. ആ ഒരു വർക്ക് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്, ഈ വീക്കായ സബ്ജക്റ്റ് നമുക്ക് മനസ്സിലാക്കുക, അതിന് കുറച്ച് കൂടുതൽ സമയം കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഓരോ പോയിന്റ് ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും നമുക്ക് തെറ്റിയതും നെഗറ്റീവ് വന്നതൊക്കെ, നെഗറ്റീവ് അല്ലെങ്കിൽ അറിയാത്തതൊക്കെ നമ്മൾ എഴുതി വെച്ച് മാറ്റി വെച്ചു എന്ന് വിചാരിച്ചോളേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ ഏത് മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇടുന്നത്. അങ്ങനെ എല്ലാ പോയിന്റുകളും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വർക്ക് ചെയ്യാൻ ഒരിത്തിരി ബുദ്ധിമുട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, എന്നിട്ട് അതിൽ നമുക്ക് തെറ്റിയതും അറിയാത്തതായ കാര്യങ്ങൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമുക്ക് ഓരോ നോട്ട് പുസ്തകത്തേക്ക് മാറ്റി മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു വർക്ക് നമ്മൾ ഈ ഡെയിലി പഠനത്തിലൂടെ നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെച്ചമുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവും, നമുക്കറിയാത്ത കാര്യങ്ങൾ, വീക്കായ പോയിന്റ് എവിടെയാണ്, വീക്കായ സബ്ജക്റ്റ് എവിടെയാണെന്ന് മനസ്സിലാവും, നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് എവിടെയെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് വന്നത് എന്തുകൊണ്ടാണ്. നമ്മൾ ചില ചോദ്യങ്ങളുണ്ടല്ലോ, നമ്മൾ മനസ്സിലൊന്നായിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ കറുപ്പിച്ചപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനെ ആയിരുന്നു, അത് ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ ഇങ്ങനെ മാറ്റി എഴുതുന്നതുകൊണ്ട് നമുക്ക് കഴിയും. പ്രത്യേകിച്ചും PSCയുടെ ആ ഒരു പൾസ് അറിഞ്ഞിട്ട് പഠിച്ച് മാർക്ക് വാങ്ങി മുന്നേറാൻ നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ആ വർക്കൗട്ട് കൊണ്ട് എന്തായാലും കഴിയും. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതിൽ പിന്നോട്ട് വലിയരുത്. ഞാൻ പിന്നെ പറയാണ്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ പഠിത്തത്തിൽ. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വീക്കായത് എവിടെയാണോ, നമ്മൾ കുറച്ചും കൂടി പഠിച്ച് മുന്നേറേണ്ടത് ഏത് ഭാഗമാണോ, ആ ഭാഗത്തിന് നമ്മൾ കുറച്ചും കൂടി സമയം കൊടുക്കുക. അതിന് എന്തായാലും നിർബന്ധമായിട്ടും നമ്മളൊരു എക്സ്ട്രാ സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന വിഷയത്തിന് അല്ലെങ്കിൽ ഒരേപോലെ വിഷയത്തിന് PSCൻ്റെ കാര്യത്തിൽ എന്താണ്, എല്ലാവരും തുല്യരാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, നമ്മൾ എത്രത്തോളം ഓരോ വിഷയത്തിനും പ്രാധാന്യം കൊടുക്കുന്നോ, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മാർക്ക് കൂടുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർക്ക് മലയാളം എളുപ്പമായിരിക്കും, ചിലർക്ക് മാത്സ് എളുപ്പമായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യണം, ആ എളുപ്പമുള്ള ഭാഗം ഡെയിലി കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. അവർക്ക് കിട്ടാത്തത് വീക്കായ ഭാഗം ഉണ്ടാവും, അവർക്ക് അതിനെന്ത് ചെയ്യണം, എക്സ്ട്രാ സമയം കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ എല്ലാവരും പറയും ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിനൊക്കെ ഡെയിലി സമയം കൊടുക്കണം എന്ന് പറയും. അത് ഈ 3 വിഷയം എളുപ്പമുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്ക് പിന്നെയും കൂടുതൽ സമയം കൊടുക്കണം എന്നില്ല. പക്ഷെ അവർക്ക് വീക്കായത് എവിടെയാണോ അത് അവർ കണ്ടെത്തിയിട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കണം. നേരെ മറിച്ച് ഈ ഇംഗ്ലീഷ് മാത്സ് മലയാളത്തിന് വീക്കാണെങ്കിൽ അതെന്ത് ചെയ്യണം, ഡെയിലി അതിന് സമയം കൊടുക്കണം. ഇംഗ്ലീഷ് മാത്സ് മലയാളം നമ്മൾ ഒരു 20 ഒരു 18 മാർക്ക് 19 മാർക്കൊക്കെ വാങ്ങാൻ നമുക്ക് കഴിഞ്ഞു എന്നെങ്കിൽ അവിടെ നമ്മൾ പകുതി നമ്മൾ ഓക്കെ ആയി. അപ്പോൾ ഇത് മൂന്ന് സബ്ജക്റ്റ് നമ്മൾ വീക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ഇതിന് സമയം കൊടുക്കണം. അപ്പം നമുക്ക് വീക്കായ സബ്ജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകുന്നത് എവിടെയാണ്, മൈനസിലേക്ക് വരുന്നത് എവിടെയാണ്, നമുക്കേ നമ്മളെ കുറവുകൾ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതേപോലെ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഫാൾട്ട് എവിടെ വരുന്നത് എങ്കിൽ അത് കണ്ടെത്തിയിട്ട് അതിനൊരു എക്സ്ട്രാ സമയം കൊടുക്കുക. എല്ലാവർക്കും 24 മണിക്കൂറാണ് അതറിയാം, പക്ഷെ നമ്മൾ ആ ഒരു 24 മണിക്കൂറിനെ നമ്മൾ നല്ല രീതിയിൽ വിഭജിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നിടത്താണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക.
അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയാണ്. നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഫോക്കസ് ചെയ്യുന്ന എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും തെറ്റിയതും അറിയാത്തതുമായ എല്ലാ കാര്യങ്ങളും മാറ്റി മാറ്റി എഴുതി വെക്കുക. അതിൽ വീക്കായ സബ്ജക്റ്റ് നിങ്ങൾ കണ്ടെത്തി അതിന് എക്സ്ട്രാ ഒരു സമയം കൊടുക്കുക.